നമ്മുടെ ബിന്ദു, പ്രൊഫസർ ബിന്ദു, പ്രൊഫസർ എന്ന് അവകാശപ്പെടുന്ന ബിന്ദു, അവർക്ക് പെൻഷൻ പറ്റിയതിന് ശേഷം പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ സംഭവം നടക്കുന്നത്. പ്രൊമോഷൻ, അതായത് ഹെഡ് കോൺസ്റ്റബിൾ പെൻഷൻ പറ്റിയപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായി അല്ലെങ്കിൽ SI ആയി. പെൻഷൻ പറ്റിയ ഹെഡ് കോൺസ്റ്റബിളെ സർക്കിൾ ഇൻസ്പെക്ടറായി നിയമിക്കുന്നത് ആദ്യമായിട്ട്, സബ് ഇൻസ്പെക്ടറായി നിയമിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അദ്ദേഹത്തിന് സ്റ്റേഷനൊന്നും ഇല്ലല്ലോ പെൻഷൻ പറ്റിയ ഹെഡ് കോൺസ്റ്റബിളിന്. അപ്പോൾ സ്റ്റേഷൻ ഇല്ലെങ്കിലും ഹെഡ് കോൺസ്റ്റബിൾ ഇപ്പോൾ SI ആയി. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ കോളേജിലൊന്നും പോകണ്ട, പക്ഷെ ആള് പ്രൊഫസറായി. അങ്ങനെ ആർക്കും എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് കേസ് നിലനിൽക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ KT ജലീലിന് പറ്റിയതെന്ന് അറിഞ്ഞുകൂടാ. KT ജലീൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ ബോധോദയം പറയുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞു, അദ്ദേഹം EDയുടെ അടുത്തിങ്ങനെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായിരിക്കും. EDയുടെ ആഫീസിന്റെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് കാലത്ത് 5 മണിക്ക് പോയി കാത്തുനിന്ന നമ്മുടെ KT ജലീൽ EDക്കെതിരെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ തന്നെ ഒരിക്കൽ സഹി കെട്ട് പറഞ്ഞതായിരിക്കാം. ED എന്ന് കണ്ട് നമ്മുടെ ജലീലിന് ഇപ്പം എന്തോ ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ട്. EDയോട് ഒരു പ്രേമം, ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. അതായത് ഭീകരന്മാരോട് ബന്ദികൾക്ക് തോന്നുന്ന പ്രണയം പോലെ EDയോട് പ്രണയം നമ്മുടെ KT ജലീലിന് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പൊട്ടിച്ചിട്ടുള്ള വെടി അത് ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതായാലും അത് കൊണ്ടിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. പിണറായി വിജയൻ ആദ്യത്തെ മുഖ്യമന്ത്രിയാണോ? നിങ്ങൾ മനസ്സിലാക്കണം, 8 വർഷക്കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ, 8 അല്ല 7 വർഷക്കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ രാജൻ സംഭവത്തിന്റെ കേസിന്റെ പൂർണ്ണമായ വിധി വരുന്നതിന് മുൻപ് തന്നെ രാജിവെച്ചു. മറ്റൊരു മന്ത്രിയായിരുന്നില്ലേ വിശ്വനാഥൻ, KP വിശ്വനാഥൻ, അദ്ദേഹം രാജിവെച്ചു. MP ഗംഗാധരൻ, എന്താ അദ്ദേഹം ചെയ്ത കുറ്റം? അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് 17.25 വയസ്സേ ആയിരുന്നുള്ളൂ. ഏത് കോടതിയാണ് വിധിച്ചത് നിങ്ങൾക്കറിയാമോ? കുന്നംകുളം മുനിസിപ്പൽ കോടതിയാണ് വിധിച്ചത്. എത്രയോ അപ്പീൽ കോടതികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ MP ഗംഗാധരനും KP വിശ്വനാഥനും കരുണാകരനും രാജിവെച്ചു. KT ജലീൽ മന്ത്രിസ്ഥാനം കഴിഞ്ഞിട്ടാണ് രാജിവെച്ചത്. വാസ്തവത്തിൽ ലോകായുക്ത കാണിച്ച ഒരു മര്യാദയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് KT ജലീലിനെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ ഗവൺമെന്റ് വരില്ലായിരുന്നു. പക്ഷെ അവർ ആ പൊളിറ്റിക്കൽ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജുഡീഷ്യൽ ഡിക്ലറേഷൻ നടത്തിയില്ല. അത് അവരുടെ പ്രൊപ്രൈറ്റി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾക്കാണ് ഒരു നഷ്ടമുണ്ടായത് മറ്റൊരു കാര്യം. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് വിഷയം എന്താണ്? അല്ല, അതിനെക്കൊണ്ട് ഞാൻ പറയാം. അതിനിടയ്ക്ക് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ, കഴിഞ്ഞ പ്രാവശ്യം കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പൊളിറ്റിക്സാണ് പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം നിയമമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് പഴയ കാലം, നായനാരുടെ കാലമൊന്നുമല്ല, ഇപ്പൊ BJP ഇന്ത്യ ഭരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നായനാരുള്ള കാലത്ത് തന്നെ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയില്ലേ? വാജ്പേയി ഗവൺമെന്റ് വന്നില്ലേ? വാജ്പേയി ഗവൺമെന്റ് പല പ്രാവശ്യം വന്നു. 13 ദിവസം വന്നു, 13 മാസം വന്നു, പിന്നെ വർഷങ്ങൾ വന്നു. ഇപ്പോഴാണോ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത്? അപ്പൊ BJP ഇന്ത്യ ഭരിക്കുമ്പോൾ സഖാക്കളെ, ഇവിടെ ഗവർണറിലൂടെ നമ്മളെ പുറത്താക്കും. എങ്ങനെ? ഡിക്ലറേഷൻ വന്നാൽ. ഡിക്ലറേഷൻ വരണ്ടേ? അതിൽ ലക്ഷണമൊത്ത കുറ്റങ്ങൾ നിങ്ങൾ ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ഇനി ഞാൻ കോടിയേരി ബാലകൃഷ്ണനോട് പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറത്താക്കാൻ കഴിയില്ല. 59-ൽ EMS ഗവൺമെന്റിനെ പുറത്താക്കി. തെറ്റായ നടപടിയായിരുന്നു, യാതൊരു സംശയവുമില്ല. മഹാനായ നെഹ്റുവാണ് ചെയ്തത്. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ നിങ്ങളിൽ ഒരാളെ മാത്രമേ പുറത്താക്കൂ. പിണറായി വിജയനെ പുറത്താക്കിയാൽ വേണമെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രിയാവാം. ഭൂരിപക്ഷം നിലനിൽക്കല്ലേ? അതുകൊണ്ട് ഗവൺമെന്റ് പോവില്ല, ഗവൺമെന്റിലുള്ളവരെ പോവൂ. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പേടിക്കണ്ട. പിണറായി വിജയൻ പോയാൽ കോടിയേരി ബാലകൃഷ്ണന് മുഖ്യമന്ത്രിയായി വേണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട് തിരിച്ചു വരാമല്ലോ. അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെ ഡൈലൂട്ട് ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ അഴിമതിയുടെ അപ്പോസ്തലന്മാരെന്ന് നിങ്ങൾ വിളിക്കുന്ന മോദിയും അമിത്ഷായും ഭരിക്കുമ്പോൾ
അവരെ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, അവരെ സഹായിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. കാരണം അതിനെതിരായിട്ട് ഇ ഡിക്ക് പരാതി കൊടുക്കണം. ആര്? ഇ ഡിയുടെ ആഫീസിന്റെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് കാലത്ത് 5 മണിക്ക് പോയി കാത്തുനിന്ന നമ്മുടെ KT ജലീൽ ഇ ഡിക്കെതിരെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ തന്നെ ഒരിക്കൽ സഹി കെട്ട് പറഞ്ഞതായിരിക്കാം. ഇ ഡി എന്ന് കണ്ട് നമ്മുടെ ജലീലിന് ഇപ്പം എന്തോ ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ട്. ഇ ഡിയോട് ഒരു പ്രേമം, ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. അതായത് ഭീകരന്മാരോട് ബന്ദികൾക്ക് തോന്നുന്ന പ്രണയം പോലെ ഇ ഡിയോട് പ്രണയം നമ്മുടെ KT ജലീലിന് വന്നിട്ടുണ്ട് എന്നുള്ള മട്ടിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം നല്ല നല്ല വാക്കുകളാണ് കാനം രാജേന്ദ്രൻ പറയുക. പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻ നടന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നമ്മുടെ ശിവശങ്കരൻ പോയതുപോലെ ആരും പോയില്ല എന്നതാണോ, അതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാത്തതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കാനത്തിനോട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ചോദിക്കട്ടെ, നിങ്ങളുടെ 4 മന്ത്രിമാരവിടെ ഇരിപ്പുണ്ടല്ലോ ക്യാബിനറ്റിലെ 4 മന്ത്രിമാര്, അത് റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി, ധനമന്ത്രി, അങ്ങനെ 3 മന്ത്രിമാരാണല്ലോ വലിയ മന്ത്രിമാർ. അതുകൊണ്ട് റവന്യൂ മന്ത്രിയാണ് ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ 1ാമത്തെ ആള്. ഇവിടെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി എന്നുകൊണ്ട് വേറൊരു മന്ത്രി ഇല്ല. പിന്നെ ധനമന്ത്രിയും റവന്യൂ മന്ത്രിയുമാണ്. ഞാൻ ചോദിക്കട്ടെ സഖാവ് കാനം, നിങ്ങളുടെ 4 മന്ത്രിമാരും അപ്പോൾ പാർട്ടി ഓഫീസായിട്ടൊന്നും ഒരു ബന്ധമില്ലേ? അവിടെ 2 തവണ വന്നല്ലോ. ആ കാര്യത്തിൽ CPM പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം 2 തവണ ഈ ബില്ലിന്റെ കരട് അത് ക്യാബിനറ്റ് നോട്ടായിട്ട് വന്നപ്പോൾ എവിടെയായിരുന്നു CPIയുടെ മന്ത്രിമാര്? അപ്പോൾ അവരിപ്പോൾ പാർട്ടി ഓഫീസിലൊന്നും പോക്കില്ലേ? അവർ ഫോട്ടോ ഷോപ്പ് മാത്രമാണ് അവരുടെ പരിപാടി. ഒരു മന്ത്രി ഒരു ദിവസം ഒരു കൈക്കോട്ട് തോളിലും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. ഞാൻ ഇത് മന്ത്രിയെ പോലെ ഉള്ളൊരു വ്യക്തിയാണോ, ഒരു കർഷകനാണോ എന്നൊക്കെ കരുതി. അപ്പോൾ അദ്ദേഹം പ്രച്ഛന്ന വേഷത്തിൽ കൈക്കോട്ടുമായിട്ട് ഒരു ലുങ്കിയൊക്കെ എടുത്ത് ചളിയിലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്തെ കൃഷി വികസിപ്പിക്കാൻ പോകുന്ന മന്ത്രിമാർ. ഇത്രയും പർപ്പസ് ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. PV രാഘവനെ പോലുള്ള ആളുകൾ ഇരുന്നതാണ്. ഒന്നും വേണ്ട, ഈ ബില്ല് തന്നെ കൊണ്ടുവന്നത് കേരള രാഷ്ട്രീയത്തിലെ ജെന്റിൽമാൻ എന്ന് വിളിക്കാവുന്ന ഈ ചന്ദ്രശേഖരൻ നായരല്ലേ. അപ്പൊ അവരൊക്കെ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ആളുകൾ ഉറക്കം തൂങ്ങുകയാണ് അവിടെ ഇരുന്നിട്ട്. അവർ കാനം രാജേന്ദ്രനായിട്ട് ഒരു ബന്ധമില്ലേ? കാനം ഒരു ബ്രീഫിംഗ് നടത്തുന്നില്ലേ? മന്ത്രിമാരൊരു ബ്രീഫിംഗ് നടത്തുന്നില്ലേ? ഇപ്പുറത്ത് ഞങ്ങളൊക്കെ ഈ മന്ത്രിമാരെയും മന്ത്രിസഭകളെയൊക്കെ ഒരുപാട് കണ്ടവരാണ്. പാർട്ടി നേതൃത്വവുമായിട്ട് എപ്പോഴും മന്ത്രിമാർ ബന്ധപ്പെടില്ലേ? പാർട്ടി നേതൃത്വം മന്ത്രിമാരെ ബന്ധപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് CPIയുടെ ഈ വിമർശനത്തെ ഞാൻ കാണുന്നത്, ഞങ്ങൾ മാന്യന്മാരാണ്, ഞങ്ങളെ ഒന്നും പറയരുത്, ഞങ്ങൾ മിസ്റ്റർ മാന്യനാണ് എന്നതുകൊണ്ട് അവരുടെ ഈ കപടമാന്യതയെ ഞാൻ അധികം വില വയ്ക്കുന്നില്ല. പക്ഷേ അത് ഭരണകക്ഷിയിലെ ഒരു വിമർശനമായിട്ട് ആളുകൾ പറയുന്നുണ്ട്, പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിലും എനിക്ക് പ്രതിപക്ഷത്തോടും പറയാനുള്ളത്, ഈ CPIയുടെ ഈ പല്ലുവാല് മുറിച്ചിടുന്ന പരിപാടി കണ്ട് നമ്മൾ അന്തപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് പ്രതിപക്ഷത്തിൻ്റെ ആ വിരോധം, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള വിരോധം, അതൊന്ന് തണുപ്പിക്കാനായിട്ട് പനി വന്ന കുട്ടിയുടെ നെറ്റിയിൽ ഐസ് വയ്ക്കുന്നത് പോലെ കുറച്ച് CPI വെച്ചു കൊടുക്കുക എന്ന രീതി, അത് ഒരു നല്ല രീതിയിലല്ല. അതുകൊണ്ട് CPIക്ക് ഇതിൽ വിരോധമുണ്ടെങ്കിൽ അവർ ക്യാബിനറ്റിൽ പോകരുത്, രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവരെന്തിന് ഈ കാര്യത്തിൽ പറയുന്നു? അങ്ങാടിക്കൽ എന്ന് പറയുന്ന പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത് അവരുടെ ആളുകളെ പട്ടിയെ തല്ലുന്ന പോലെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ആ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയാണെന്നറിയോ? ആ തല്ലിയതിനെ പാർട്ടിയുടെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു അപലപിച്ചു. ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടാണ്, 2 ആഴ്ചയായിട്ടുണ്ടാവില്ല. ഏതൊരു 7 ദിവസം തല്ലുകൊണ്ടിട്ട് 7ാം ദിവസം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. 7 ദിവസം മറ്റോ കഴിഞ്ഞപ്പോൾ ജില്ലാ സെക്രട്ടറി അപലപിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറയാന്ന്, ഞങ്ങളുടെ പ്രശ്നം തീർന്നു, ഞങ്ങളുടെ വേദന മാറി. എന്താണ് ഇവിടെ കോട്ടയത്ത് നടന്നത്? ഒരു AUIFന്റെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ വെറുതെ പേരുകൾ പറയില്ല, അവരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, ഫോൺ ചെയ്തിരുന്നു. അവരെ ഒരു സ്ത്രീയോട് കാണിക്കാവുന്ന വളരെ മോശമായ തരത്തിലുള്ള പ്രവർത്തനം നടത്തി. ഈ മന്ത്രിമാരപ്പോഴും ക്യാബിനറ്റിൽ പോയിരുന്നല്ലോ.
അവർക്ക് അപലപിക്കാൻ പോലും SFI തയ്യാറായിട്ടില്ല. ഉദയഭാനു അപലപിക്കെങ്കിലും ചെയ്തു. SFI അപലപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും ASFകാർ അവിടെ എങ്ങാനും ആ വഴിക്ക് വന്നാൽ തല്ലുകൊള്ളും എന്ന അർത്ഥത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇറക്കിയത്. അതുകൊണ്ട് ഞാൻ ആ വിഷയം കൂടുതൽ കടക്കുന്നില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഗവർണറെ കണ്ടു. ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു, സതീശൻ്റെ കൂടെ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ കൂടെ ഞങ്ങളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഗവർണർ വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗവർണർക്ക് വേറെ മാർഗമൊന്നുമില്ല. 2 തവണ പറഞ്ഞാൽ ഗവർണർ കൊണ്ടുപോകണം. പക്ഷെ ജനങ്ങളുടെ കോടതിയിൽ ഇത് നിലനിൽക്കരുത്. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 2ാം ഗവൺമെൻറ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പിന്നെ അഭിപ്രായം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണക്കുറുപ്പ് അതാ ഇത്രയും മോശമായോ? എൻ്റെ അടുത്ത ഒരു സ്നേഹിതനാണ്, വളരെ ഇൻ്റഗ്രിറ്റിയുള്ളൊരു വ്യക്തിയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മുൻ അഡ്വക്കേറ്റ് ജനറലാണ് പോലും കൊടുത്തത്. വാസ്തവത്തിൽ മുൻ അഡ്വക്കേറ്റ് ജനറലിന് പറഞ്ഞ അഭിപ്രായത്തിന് ഇപ്പോൾ വാലിഡിറ്റി ഉണ്ടോ? ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പം മുൻ അഡ്വക്കേറ്റ് ജനറൽ സുധാകര പ്രസാദ് KT ജലീലിനെ പുറത്താക്കിയപ്പോൾ കൊടുത്ത ആ ഉപദേശം പൊടി തട്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ഏറ്റവും ചെറിയത് പുതിയ അഡ്വക്കേറ്റ് ജനറലോടെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കുന്ന അദ്ദേഹത്തിന് അസൗകര്യമായിരിക്കും, അത് മറ്റൊരു കാര്യം. എന്തായാലും ശരി, ഇങ്ങനെ സൂത്രത്തിലും വളഞ്ഞ വഴിയിലും നടത്തുന്ന അഴിമതിയെ കുടിയിരുത്താനുള്ള നടപടികൾ ഒരു കാരണവശാലും കേരളം അംഗീകരിക്കുകയില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ